കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് രാവിലെ സമയം നമ്മുടെ നടുവിൽ മഹിമപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടട്ടെ. Let the name of Jesus be glorified this morning among the God's people. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ കർത്തദിനത്തിൽ നിങ്ങളുടെ നടുവിൽ ദൈവവചനം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായി സഹായിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നു. I give glory to the Almighty God who enabled me and my family to be here in the temple of God to minister God's word in this church. ഈ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബിനുരാജ്, തൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, വാത്സല്യ മാതാവ്, ദീർഘവർഷത്തെ ആത്മബന്ധമുള്ള പാസ്റ്റർ വിൽസൺ കുടുംബം, വാത്സല്യ എൻ്റെ കുഞ്ഞുങ്ങൾ, അവരോടൊപ്പം ഇന്നത്തെ ദിവസം ഈ രാജ്യത്തായിരിക്കാൻ കർത്താവ് കാണിച്ച കൃപയ്ക്കായി സ്തോത്രം. I thank God for giving me an opportunity to be along with Pastor Binu and his family and the whole family that God has given to him, and Pastor Wilson and his family that I know them for some time now, and my children this morning. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇന്ന് ഈ നിലയിൽ ഈ പുതുവർഷത്തിൽ ഈ രാജ്യത്തായിരിക്കുമെന്ന്. In my life I never ever thought that this new year I will be there in this church and ministering the word of God. എനിക്ക് ഒന്ന് മാത്രമേ ഇന്ന് പകൽ സമയം പറയുവാനുള്ളൂ. എല്ലാം ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ. I can only tell only one thing: it is the faithfulness of God, it is the mercy of God and the grace of my Father. ഇന്നത്തെ രാവിലെ സമയം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. I am really standing with overfilled joy as I minister the word of God. ദർശനമുള്ള ഒരു ദൈവദാസനെ ദൈവം ഏതെല്ലാം നിലയിൽ മാനിക്കുമെന്നും ആദരിക്കുമെന്നും ഇന്ന് പകൽ ഒന്നുകൂടെ തെളിയിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. I give glory to the Lord Almighty for proving once again, if a man of God has a vision, how beautifully he can orchestrate the journey. അനുഗ്രഹീതമായി ദൈവസഭയ്ക്കും ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദൈവിക ദാനങ്ങളെ ഞാൻ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. I thank God for every goodness that has been poured upon this church and the gifts that God has blessed out in this church. ഈ ദൈവസഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കർത്താവിന്റെ ദാസനും ദൈവജനവും നൽകുന്ന എല്ലാ ആത്മീയ ഭൗതിക പിന്തുണകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. I know your church was praying for us. I thank God for the support, physical and emotional support you all give to our children as well. ദൈവദാസനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ചില നാളുകൾക്ക് മുമ്പ് ടെലിഫോണിൽ കൂടെ ബന്ധപ്പെടുവാനും സ്നേഹബന്ധം പുലർത്തുവാനും കർത്താവ് കൃപ നൽകി. I have never seen the man of God face to face, but using the phone I could see the man of God and pray along with him. ദീർഘമുഖവര പറഞ്ഞ് ഞാൻ എൻ്റെ സമയത്തെ കവർന്നു കളയാൻ താല്പര്യപ്പെടുന്നില്ല. I am not going to give a big introduction and finish off my time. എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ഒരു ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് പകൽ സമയം കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I am prayerfully bringing one passage that the Holy Spirit gave it to me so that I could minister the word of God. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള ഒരു പാസേജാണ് ഇന്ന് പകൽ ദൈവവചന ധ്യാനത്തിനായി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. Luke's Gospel chapter number 7 verse number 11 following is a passage that God has given for me to minister. എല്ലാ ദൈവമക്കൾക്കും വളരെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമായതുകൊണ്ട് സമയത്തിന്റെ ലാഭത്തിന് വേണ്ടി ഞാൻ ആ ദീർഘമായ പാസേജ് വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. I imagine all of you would be knowing this passage and the story behind it. Because of the lack of time, I'm not going to read word by word. എന്നാൽ അതിലൊരു പ്രസക്തമായ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. അതൊരു ഭാഗം ഇങ്ങനെയാണ്: ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു, അവൻ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. Verse number 16, it says, a mighty prophet has risen among us and God has visited his people today. ആ വലിയ പ്രവാചകൻ ഇന്ന് പകലും നമ്മുടെ നടുവിലും ഉള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം
I thank God for that mighty prophet called Jesus who is there among us. നമ്മുടെ ഈ വേദഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കവർന്നഭൂമിയിലേക്ക് പോയതായ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവൻ നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ്. This is a story which we read as Jesus was going towards a place called Capernaum. We see this incident. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം ആരംഭിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ അവസാനം ഓർപ്പിക്കുന്നത് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ അതുവരെ ആയിരുന്ന സ്ഥാനത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് കവർന്നഭൂമിയിലേക്ക് പോകുന്നത്. In chapter number 6 we see some of the teachings, emphatic, powerful teachings of Jesus in chapter number 6, and chapter number 7 we see the journey of Jesus to Capernaum. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ദൈവം എനിക്ക് തന്ന പ്രകാശനം ഇതാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ് പൂർത്തിയാക്കും. ദൈവം ഒരു കാര്യം ചെയ്താൽ അത് പകുതി ഇന്ന് ചെയ്തിട്ട് നാളെ മറ്റമേ ബാക്കി കാര്യം ചെയ്യുന്ന ദൈവമല്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യും. This is what I learned from the word of God. If God has promised anything, if God has said anything, he will fulfill it. If God has started something, he will complete it. ദൈവത്തിന്റെ പ്രവൃത്തിയെ എപ്പോഴും പൂർണ്ണതയുള്ളതാ. Every work of God is complete. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം. ഒരു കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് കർത്താവ് ചേറുണ്ടാക്കി അവനെ കണ്ണിൽ പുരട്ടിയിട്ട് പറയുന്നു ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന്. Jesus Christ, when he was performing a miracle, he put the clay onto a blind man's eyes and said, go to a place called Shiloh and wash out the mud. എന്റെ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു ആ മനുഷ്യന്റെ കണ്ണ് ചേറുണ്ടാക്കിയിട്ട് നാളെ ഞാൻ പുരട്ടിയിട്ട് ബാക്കി കാര്യം നാളെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വിട്ടിരുന്നെങ്കിൽ അവന്റെ സ്ഥിതി എത്രയോ പരിതാപകരമായിരുന്നു. I imagine in another way, if Jesus applied the clay on his eyes and said, come back tomorrow, I will do the remaining part tomorrow, how unfortunate that man would have been. ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതാണെങ്കിൽ ഈ 2025 ആ പ്രവൃത്തി ദൈവസഭയ്ക്കും ഇവിടെയുള്ള ദൈവജനത്തിനും വേണ്ടി ചെയ്യട്ടെ. If the work of God is perfect, I pray the perfect will of God will be accomplished of the people of God. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിച്ചതിനെ കുറിച്ചായി തിരുവചന ഭാഗം പറയുന്നത്. The Bible talks about an incident where Jesus gave life to a dead person. യേശു കർത്താവ് ഉയർപ്പിച്ച 3 കൂട്ടരെ കുറിച്ച് വചനം വളരെ വ്യക്തമായി പറയുന്നു. The Bible talks about 3 type of people that God raised from dead. നയീനയുടെ വിധവയുടെ മകൾ, മറ്റൊന്ന് യായിറോസിന്റെ മകൾ, മറ്റൊന്ന് ലാസർ. The 3 people were one, the youth of 9, number 2, the child of Jairus, number 3, Lazarus. യായിറോസിന്റെ മകൾ ഭവനത്തിനകത്താണെങ്കിൽ നയീനയുടെ വിധവയുടെ മകൻ പട്ടണത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞു. ലാസർ കല്ലറയ്ക്കകത്ത് പോയി കഴിഞ്ഞു. If the dead child of Jairus was in the house, the boy of 9 was on the street, and Lazarus was already in the tomb. ഈ നിലയിലുള്ള 3 കൂട്ടരെയും അവരെ അവസ്ഥയിൽ നിന്നായിരുന്ന അനുഭവങ്ങൾ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവകൃപയുള്ള മേൽ My God is a great God. He can resurrect anybody in any time, in any form, in any situation. ഇന്ന് പകൽ ഈ വായിച്ച വേദഭാഗം നയീൻ പട്ടണത്തിന്റെ വാതിൽക്കൽ സംഭവിച്ചൊരു കാര്യമാണ്. This story that we read was outside the place called Nain. നയീൻ എന്ന വാക്കിന്റെ അർത്ഥം മനോഹരം എന്നാണുള്ളതാണ്. The meaning of the word Nain is beautiful. വളരെ മനോഹരമായ ഒരു പട്ടണം, ആരെയും ആകർഷിക്കുന്ന ഒരു പട്ടണമായി ഞാൻ അതിനെ കാണുന്നു. It is a very beautiful place. Anybody could be welcomed into that place. ആ മനോഹരമായ പട്ടണത്തിനകത്തും
ഒരു ദയനീയത മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്, ഒരു സത്യമാണ്. But in this beautiful 9, there is a very unfortunate incident that is hidden there. ചിലപ്പോൾ ഭവനങ്ങൾ വളരെ മനോഹരമായിരിക്കാം, പലരെ കാഴ്ചയ്ക്ക് ആകർഷിക്കുന്നതായിരിക്കാം. പക്ഷേ ആ മനോഹരമായ ഭവനം പുറമേ നോക്കിയ മനോഹരമാണെങ്കിലും അകത്തൊരു ദയനീയതയുണ്ട്. Some houses you see from outside, it will look beautiful, it will look like a mansion, but very painful situations are going inside the house. ചില സഭകളും അങ്ങനെയാണ്, കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്, പക്ഷേ ആരാധന വളരെ ദയനീയമാണ്. Some of the churches also like that, they look beautiful outside, but inside is very painful. ഇന്ന് പകൽ വ്യാപരിക്കുന്ന ദയനീയതയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ഒരു വലിയ ദൈവം നമ്മുടെ നടുവിലുണ്ട്. But I believe there is a mighty power of our Jesus Christ who can change any painful situation into a joyful story. ഈ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നവരെ നമുക്ക് കാണാൻ കഴിയും. Outside the town of 9, two different situations are coming together. പട്ടണത്തിന് പുറത്തു നിന്ന് മുമ്പിൽ നിൽക്കുന്ന യേശു, അതിനോട് ചേർന്ന് നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരും അവരെ അനുഗമിക്കുന്ന ഒരു വലിയ പുരുഷാരും. From one side you see Jesus Christ, the master of life, and his disciples walking towards one place. പട്ടണത്തിന് അകത്തു നിന്ന് പുറത്തേക്ക് ഒരു സംഘം വരുന്നു. മുമ്പിൽ കൊണ്ടുപോകുന്ന ഒരു മൃതശരീരം, ആ മൃതശരീരത്തോടൊപ്പം വേദനിക്കുന്ന ഒരു മാതാവ്, അതിനോടൊപ്പം ഒരു പുരുഷാരും. From the town a dead body is coming, a painful mother is coming, a painful congregation is coming outside the town. ഈ രണ്ട് സംഘങ്ങളും തമ്മിൽ നഗീൻ പട്ടണത്തിന് വാതിൽക്കൽ ഏറ്റുമുട്ടുകയാണ്. Now at the gate of 9, these two parties are joining together. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, അകത്തു നിന്ന് മരണവും പുറത്തു നിന്ന് ജീവനും. I tell it like this, from inside death, from outside life. ജീവനും മരണവും തമ്മിൽ ഏറ്റുമുട്ടിയെങ്കിൽ ജീവന്റെ മുമ്പിൽ മരണം വഴിമാറി. When death and life are having an encounter, death is vanishing and life is coming there. എന്തുകൊണ്ട് ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം ഇവിടെ ഉള്ളത് കൊണ്ട് ചിലത് വഴിമാറും. Nothing is going to change because I am present here, but I know certain dead situations are going to give way because the Almighty Jesus is here in the temple of God. ആത്മാവിൽ സഞ്ചരിക്കുകയും ആത്മാവ് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ മുമ്പിൽ 2025 ചിലത് വഴിമാറട്ടെ. There is going to be a change in your journey because the King of Kings is along with you. ജീവന്റെ മുമ്പിൽ മരണം വഴിമാറിയെങ്കിൽ In front of life, death gave way, and that is the power of God. നൃത്തമായി തീർന്നെങ്കിൽ He will change the sorrows into dancing. ഇന്ന് പകരം ഏതെങ്കിലും വിഷയത്തിൽ വിലപിക്കുന്ന ദൈവജനത്തിനകത്തുണ്ടെങ്കിൽ വിലാപം ഈ വർഷം നൃത്തമായി മാറാൻ പോകുകയാണ്. If there is anybody who is sorrowful and crying here, I believe God is going to change your tears into a joyful dance in the name of the Lord. ഒരു തത്വം പറയാൻ വേണ്ടിയല്ല. Here I am not preaching a philosophy. ഏതെങ്കിലും ഒരു ആശയം പങ്കുവെച്ചിട്ട് മടങ്ങാനല്ല. I am not going to hand over something that I studied. കഴിഞ്ഞ നാളുകൾ ദീർഘനാളുകൾ ദൈവം ഞങ്ങളുടെ മുമ്പിൽ പലതും വഴിമാറ്റി തന്നതിന്റെ ഫലമായിട്ട് ഇന്ന് പകർച്ചവ ഈ രാജ്യത്ത് ഞങ്ങളായിരിക്കുന്നത്. Today if I am standing among you as a miracle testimony, God made way for us, changing many death situations, and God gave us life. ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ മരണം വഴിമാറിയത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാ. I and my family, we have experienced it so dearly in our life, what God has done in our lives. വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം അപകടങ്ങൾ സംഭവിച്ചു. ഒരിക്കൽ ബൈക്കിന്റെ പുറകിൽ നിന്ന് എന്റെ വൈഫ് വീട് ഹെഡ് ഇഞ്ചറിയായി കോമയിലായി. Many accidents me and my family went through. One of the accidents, me and my wife, we were going in our bike. My wife fell off the bike.
her head hit the road and she went into a coma. 24 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് മരണം വഴിമാറി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ നടുവിലായിരിക്കും. When the doctor said we cannot give hope for the next 24 hours, me and my wife today are in the church because death gave way and we received life from the Lord Almighty. ലോകം മുഴുവനും പടർന്നു പിടിച്ച കോവിഡിന്റെ നടുവില് ഞങ്ങൾ രണ്ടുപേരും കോവിഡ് രോഗികളായി മാറി. When the world went through COVID, me and my wife got COVID. എന്റെ വൈഫ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് രാത്രി വിശ്രമിക്കുവാൻ പോയി. നേരം എടുത്തപ്പോൾ ഉണരേണ്ട സമയത്ത് ഉണർന്നില്ല. ഡയബറ്റിക് പേഷ്യന്റ് കോവിഡ് ആയതുകൊണ്ട് ഞാൻ കരുതി അല്പം കൂടെ വിശ്രമിക്കട്ടെ. Me and my wife prayed in the night and we slept because my wife is diabetic and she was having COVID. I thought let she sleep a little longer. അല്പസമയം ഞാൻ കഴിഞ്ഞ ചെന്ന് നോക്കിയപ്പോൾ വിളിച്ചിട്ട് അനക്കമില്ല, താൻ കോമയിലായി പോയി. When after some time when I went to the bed and woke her up, she could not get up. She went into a coma. ആരും സഹായിക്കാനില്ലാത്ത ഒരു നിമിഷം. Nobody was there to help us. തളർന്നു പോകേണ്ട ഒരു നിമിഷം. It was a time that we could have lost all our strength. ദീർഘമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. For a long distance we traveled and we took her to the hospital. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഷുഗർ ഡൗൺ ആയി, ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞു. Where we went to the hospital, we understood her sugar level had gone absolutely down and there was a very bad oxygen saturation. സന്തോഷത്തോടെ പറയട്ടെ, അവിടെ നിന്നും ഞങ്ങളെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. Today with a happy story I will tell you, God brought us back into our homes alive. ഇന്ന് പകല് ഏതെങ്കിലും പ്രിയപ്പെട്ടവനെ ശ്രദ്ധിക്കുന്നവർ താഴ്ചയുടെ മണ്ഡലങ്ങളിൽ കൂടെ പോയെങ്കിൽ നിങ്ങളെ നാളെയുടെ ദിവസം ഉയർച്ചയുടെ മണ്ഡലത്തിൽ കരം പിടിച്ച് ഉയർത്താൻ ദൈവം. If anybody who is sitting here are going through some very painful situation, I can sense the hand of God that is coming and giving you victory in that situation. പരാജയങ്ങളെ നാളെയുടെ ദിവസങ്ങൾ ദൈവം വിജയമാക്കി മാറ്റാൻ. Your failures, my Jesus, is going to change to be success in Jesus' name. പട്ടണത്തിന് വാതിക്കൽ ഇരുളും വെളിച്ചവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇരുൾ മാറി വെളിച്ചം പ്രകാശിച്ചു. In the place of Nain, there was an encounter between darkness and light. The light won over darkness. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, അകത്തുനിന്ന് ചരമഗീതമാണ് കേൾക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്ന വിജയത്തിന്റെ ഗീതമാണ്. I put it like this, from inside a grieving song is coming, from outside a song of praise is going. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ നിരാശയുടെ ഗീതങ്ങളെ മാറ്റി ദൈവം ഈ ദിനങ്ങളിൽ വിജയത്തിന് ഗീതം. How many of you are believing along with me? God is going to change my song of lamentation and He is going to give me a song of praise in Jesus' name. ഈ മൃതശരീരം വഹിച്ചു കൊണ്ടുവരുന്ന ആ സംഘത്തെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. When Jesus saw the funeral group coming with the body, Jesus had compassion on the people. എന്നിട്ട് യേശു അടുത്ത് ചെന്നിട്ട് വേദനിക്കുന്ന സ്ത്രീയെ നോക്കി യേശു അവളെ ആശ്വസിപ്പിച്ചു. Jesus goes to the mother of the young man who is lying dead and God, Jesus is comforting her. വേദനിക്കുന്ന ചിലരെ ഇന്ന് മകൾ തൊട്ട് സൗഖ്യമാക്കുവാനും ആശ്വസിപ്പിക്കാനും കഴിവുള്ളവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. The one who is among us, he is able to catch your hand, he is able to comfort you, he is able to strengthen you. Let us lift our holy hands and shout a hallelujah to Jesus. Jesus went and touched the body of the boy. The lady and the grief that she is carrying is because her son's dead body is lying there.
മരിച്ചിരിക്കുന്നു. She had only one son and the only child now is dead. കർത്താവ് നമ്മുടെ വേദനിക്കുന്ന വിഷയങ്ങളെ ഇന്ന് പകൽ തൊടുമാറാകട്ടെ. My Jesus is going to touch all our painful situation. മഞ്ഞൻ തൊട്ടയുടനെ അവൻ മൃതപ്രായനായിരുന്നവൻ അവൻ എഴുന്നേറ്റു. When Jesus touched the coffin, the dead boy is becoming alive. കർത്താവ് ചെയ്യുന്നു, അവന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. Jesus caught his hand and helped him to stand up. അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. Jesus handed over him to his beloved mother. നഷ്ടബോധത്തോട് ആരെങ്കിലും ഇന്ന് പകലിനകത്തായിരിക്കുന്നത് നഷ്ടപ്പെട്ടതിന് മടക്കി തരുന്ന ദൈവം. If anybody who is sitting here with a loss, my God is going to change your loss into success in Jesus' mighty name. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം. If at all there is a problem in the country, you may lose a job. ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് വരാം. You may lose your health. ആമേൻ. ശുശ്രൂഷകൾക്ക് മങ്ങലത്തെന്ന് വരാം. You may go through some hard times in ministry. ആമേൻ. വിശ്വസിക്ക്, ഈ പുതുവർഷം കഴിഞ്ഞ 24 നഷ്ടപ്പെട്ടത് പലതും നമുക്ക് തിരിച്ചു തരുന്ന വർഷമാണ്. Believe in 2024 what you lost. In 2025, my Jesus is bringing it back into life. Shout a hallelujah for Jesus. Hallelujah. 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 ഞാൻ വാക്കുകളൊത്തിരി ദീർഘമാക്കുന്നില്ല. I am going to finish off right now. ആമേൻ. ഞാൻ ഓർപ്പിച്ച് സന്ദർശിക്കുന്ന ഒരു ദൈവം. I reminded you a Jesus who will visit you. നമ്മുടെ സന്ദർശിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിന് ആമേൻ കരി വച്ചിരിക്കുന്ന ചിന്തകളുണ്ട്. When we hear about the word called visit, we have certain predestined thoughts. പ്രതീക്ഷിക്കാത്ത നിമിഷം രോഗം വന്ന ഒരു തകർച്ച വന്ന ആമേൻ മലയാളികളായ ദൈവമക്കൾ പോലും പറയും ദൈവത്തിന്റെ സന്ദർശനമാണ്. Sometimes when we go through some pains, some through sicknesses, we tell in our normal language we have the visitation of God. ആമേൻ. ഒരു വ്യക്തി ദൈവസഭയ്ക്കോ സുവിശേഷത്തിനോ വിരോധമായി മാറിയാൽ ആമേൻ ദൈവം കേരളീയരായ ദൈവജനം പ്രാർത്ഥിക്കും, ആ കുടുംബത്തെ ആ വ്യക്തിയെ സന്ദർശിക്കണമേ എന്ന്. If somebody is talking against God, we will pray like this: God, you need to visit that family. എന്നാൽ ഇന്ന് പകരം ആ വാക്കിന്റെ അർത്ഥം ഞാനൊന്ന് ഓർപ്പിക്കാം. എന്നെ വചനപരിജ്ഞാനം അവിടെ വെളിപ്പെടുകയും അതിന് വിശാലമായ അർത്ഥമുണ്ട്. ആമേൻ. സന്ദർശിക്കുക എന്ന് പറഞ്ഞ സഹായിക്കുക എന്നുള്ളതാണ്. I want to give you a different meaning to the word visit. The meaning of the word visit is God will help you. ഈ ദൈവമേ വർഷം നമുക്ക് Hallelujah. തന്നിരിക്കുന്ന ആമേൻ വിശ്വാസത്തിന്റെ വാഗ്ദത്തം ആമേൻ നമ്മെ സഹായിക്കുന്ന ദൈവമുണ്ട്. That is the promise that we have got, a God who is there to help us. അങ്ങനെയെങ്കിൽ ഈ ഒരു പുതുവർഷം ആമേൻ ദൈവത്തിന്റെ സഹായം ലഭിക്കുന്ന വർഷമായിരിക്കട്ടെ. I pray this new year will be a year where we receive the help from God. ആമേൻ. ദൈവത്തിന്റെ സന്ദർശനത്താൽ ഒത്തിരി കാര്യങ്ങൾ നടന്നതായി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. The Bible talks about many things happened when God visited his people. ദൈവം ഈ ദിനങ്ങൾ നമ്മെ ഒന്നുകൂടെ സന്ദർശിക്കട്ടെ. Once again, I pray God visits his people. ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. I know there are how many people who know that God is going to help us. Hallelujah. സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞ് ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. Let us praise God for the promises that we have received from God. ഞാൻ വിശ്വസിക്കുന്നു 2025 ദൈവം എന്നെ എന്റെ കുടുംബത്തെ അവൻ സഹായിക്കുന്ന ഒരു And വർഷമാണ്. I believe along with the rest of you all, 2025 is a year God is going to help us. ദൈവത്തിന്റെ എല്ലാ സഹായങ്ങളും ഈ ദൈവസഭയ്ക്കും ദൈവജനത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിലേക്ക് അവസരം നൽകിയ ദൈവദാസനും കുടുംബത്തിനും സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. I thank God Almighty for this opportunity that God gave me to be here and minister the word of God among you, and God bless you all. Praise the Lord. Thank you, Pastor. God bless you. Put your hand together for this wonderful man of God that God brought God's word to us. Hallelujah. What an amazing journey that God has given to him. Thank you. God bless you.